നമസ്കാരം. ആലപ്പാടിന്റെ നിലവിളിയിൽ സർക്കാർ കണ്ണു തുറക്കുന്നു. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കോഴിക്കോട്ട് പറഞ്ഞു. അതേസമയം കരിമണൽ ഖനനം നിർത്തിവച്ചാൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂവെന്നാണ് സമരസമിതിയുടെ നിലപാട്. കരിമണൽ ഖനനത്തെ തുടർന്ന് ഇഞ്ചിഞ്ചായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആലപ്പാടെന്ന തീരദേശ ഭൂമിയും 25,000-ത്തിലധികം ഏറെ വരുന്ന പ്രദേശവാസികളുടെ ദുരിതവും സർക്കാരും മാധ്യമങ്ങളും വേണ്ട വിധം ശ്രദ്ധിക്കാതെ പോകുന്നത് തേജസ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേ തുടർന്ന് ആലപ്പാടിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളി മാധ്യമങ്ങളും സമൂഹവും ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 60 വർഷമായി കാൽക്കീഴിലെ മണ്ണ് ഇഞ്ചിഞ്ചായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആലപ്പാട്ടുകാർ നടത്തുന്ന അതിജീവന സമരത്തിൽ തേജസ് ന്യൂസ് ഇടപെട്ടതിനെ തുടർന്ന് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ കരിമണൽ വിരുദ്ധ സമരം സ്വകാര്യ ലോബികൾക്ക് വേണ്ടിയുള്ളതാണെന്നായിരുന്നു മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ ആദ്യ പ്രതികരണം. ജനവികാരം ആലപ്പാടിനൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മന്ത്രി നിലപാട് മയപ്പെടുത്തി. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് മന്ത്രി പറഞ്ഞത്. ആലപ്പാട്ട് തീരം ഇടിയുന്ന തരത്തിലുള്ള ഖനനം അനുവദിക്കില്ല. വ്യവസായ മന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തും. ജനങ്ങൾക്ക് ഒപ്പമാണ് സർക്കാർ എന്ന് പറഞ്ഞ മന്ത്രി IRE ഇത്രയും കാലം ചെയ്തതുപോലെയല്ല മുന്നോട്ട് പോവേണ്ടതെന്നും പറഞ്ഞു. കരയിടിയാതെ ഖനനം നടത്തണമെന്ന് നേരത്തെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി റിപ്പോർട്ടുകൾ നൽകിയതാണ്. തീരം ഇടിയാതെ ഖനനം എന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ കരിമണൽ ഖനനം നിർത്തിവച്ചാൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന നിലപാടിൽ സമരസമിതിയും ഉറച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആലപ്പാട് വിഷയം കൂടുതൽ ചർച്ചകൾ ഉയർത്തിയേക്കും. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.